നിശാന്ത ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി എങ്ങനെയുണ്ടായിരുന്നു? നീ ഈ പോഡ്കാസ്റ്റ് അതേപോലെ റിവ്യൂ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെയാടാ വിചാരിക്കണം? ഞാൻ പറഞ്ഞില്ല, എനിക്കിത് നടത്തി വലിയ പരിചയമൊന്നുമില്ല. ഇങ്ങനത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാന്നുള്ളോ, സംസാരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, നമ്മളെക്കാൾ അറിവും വിവരമുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ ഒരു ചാനലിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ചാനലിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന നമ്മുടെ കുറച്ച് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ നോർമലായി സംസാരിക്കുന്ന ഫണ്ട്സ് അല്ലെങ്കിൽ റിവ്യൂസ്, അത് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിട്ടുള്ളത്? നിന്റെ സ്നൂപ്പി ഐലൻഡ് അല്ലേ? യെസ് ബ്രോ. സ്നൂപ്പി ഐലൻഡിനെ കുറിച്ച് പറയുമ്പോ ഇത് നമ്മളിപ്പോ ഞാനൊരു 4ാമത്തെ 5ാമത്തെ തവണ വരുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് സ്നൂപ്പി ഐലൻഡിൽ. പക്ഷെ ഒരു അടിപൊളി പ്ലേസ് ആണ് ഇത്. ഇത് നമുക്ക് ഒരു ഫാമിലിയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാനും അതുപോലെ തന്നെ കാലത്ത് ഒരു സൂര്യോദയം കാണാനും പറ്റിയ ബെസ്റ്റ് പ്ലേസുകൾ. ക്യാമ്പ് ചെയ്യാനും പറ്റിയ സ്ഥലം, അത്യാവശ്യം തണുപ്പുണ്ട്, പിന്നെ നല്ല പ്രൈസ് ഉണ്ട്, ചില്ല് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സൺറൈസ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് വന്ന് കാണാനും എല്ലാ സൗകര്യങ്ങളും. ഇതിലാകെ നമുക്ക് ഇവിടെ ഒരു ഇതുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിന്റെ സൗകര്യം ആണ് ഒരു പ്രശ്നം. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളത് ഫുജേറയിലാണ്. ഫുജേറ കോർഫക്കാൻ റൂട്ടിൽ നമ്മൾ വരുമ്പോൾ ഫുജേറയിലാണ് ഈ സംഭവം. ഇപ്പൊ ഷാർജയിൽ നിന്ന് വരികയാണെന്ന് വെച്ചെങ്കിൽ ഒരു 120-130 കിലോമീറ്റർ, ദുബായിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ 160-170 കിലോമീറ്റർ. എല്ലാവർക്കും വന്ന് ആക്സസ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം സൺറൈസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ്. ചെറിയ ഹിൽസ് ഒക്കെ ഉണ്ട്, ഈ പറഞ്ഞ മരങ്ങളിലൊരു ഗ്രീനറി, ചെറിയൊരു ഗ്രീനറി. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, ഇഷ്ടംപോലെ സ്ഥലം. പിന്നെ ഇത്രയും ക്രൗഡ് ഉണ്ടാവാറില്ല. കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ദിവസം എനിക്ക് തോന്നുന്നത് ഇന്നാണ്. അതുകൂടെ 4 ദിവസത്തെ കണ്ടിന്യൂസ് ലീവ് വന്ന കാരണമായിരിക്കും. അതെ. അല്ലെങ്കിൽ ഇത്ര ലെവലുള്ള ക്രൗഡ് ഒരിക്കലും ഉണ്ടാവാറില്ല. ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം മോളീസിനൊക്കെ ഇഷ്ടം പോലെ അതെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം.